ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അന്നത്തെ വീഡിയോ എൻ്റെ ഐശുവിനെ കുറിച്ചിട്ടുള്ളത് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പൂച്ചനെ വളർത്തുന്ന. ഈ പൂച്ചേണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഗർഭിണിയായിട്ട് റെസ്റ്റ് എടുക്കാൻ കേട്ടോ. ഓറ് കുളിപ്പിക്കാനോ ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് അങ്ങനെ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, വെയിറ്റ് കളറായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മോൻ്റെ കൂട്ടുകാരൻ്റെയൊക്കെ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഐശു എന്നാണ് പേര്. അപ്പോൾ എനിക്ക് അതേ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഐശു ഒന്ന് പേരിടണം, ഒരു പൂച്ചനെ വാങ്ങണം, അങ്ങനെയൊക്കെ ഇനി കേട്ടോ. അപ്പോൾ ഏതായാലും വാങ്ങി. ഇപ്പോൾ 1.5 വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും കേട്ടോ. 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 1.5 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവൾ കുറേ മാസത്തിന് ശേഷമാണ് ഗർഭിണിയാവുന്നത്. ഇപ്പം അടുത്താണ് കേട്ടോ. അപ്പോൾ അവൾ ഗർഭിണിയായി. പിന്നെ പ്രസവത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സിലിട്ടതാണ് കേട്ടോ. അപ്പോൾ അവളുണ്ടല്ലോ ഒട്ടും കിടക്കൂല. നമ്മൾ നോമ്പിൻ്റെ സമയത്തേനു കേട്ടോ, പെൽച്ച സമയത്തേനു അവൾ വന്ന് മുഖത്ത് കൂക്ക് കരച്ചിൽ ആകെ അങ്ങനത്തെ ഒരു ഇതിന് കേട്ടോ. അപ്പോൾ തോന്നിയായിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ പെട്ടിയും ബോക്സൊക്കെ നല്ല സെറ്റാക്കി, എല്ലാം ഗ്ലൗസും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോൾ ഉണ്ടല്ലോ അവളെ കൊടുന്ന് പിന്നെ പെട്ടിയിൽ വെച്ചിട്ടോ. ഒട്ടും കിടക്കൂല. ലൈറ്റും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പെൽച്ചോറൊക്കെ കഴിച്ച് നിസ്കാരം അങ്ങനത്തെ കഴിഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒട്ടും പിന്നെ പെട്ടിയിൽ കിടക്കൂല. അപ്പോൾ വേദന വരും, കരയും. പിന്നെ അവളൊന്ന് നിലത്ത് കിടക്കും. പിന്നെ ഒന്ന് നമ്മൾ പുഷ് ചെയ്യുമല്ലോ, അതേമാതിരിക്ക് ഒന്ന് ചെയ്യും. അതേമാതിരി പിന്നെ അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നല്ല വെളിച്ചം കാര്യങ്ങളും ഉണ്ടായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മേരെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഇർട്ട് വേണം അപ്പോൾ അവർ കിടക്കുള്ളൂ എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ബോക്സിന് ഇതിൻ്റെ മേലൊരു പിന്നെ ഒരു അടപ്പെന്തെങ്കിലും വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചെടുത്തതിന് ശേഷമാണ് അവളൊന്ന് കടന്നതും പ്രസവിച്ചത് കേട്ടോ. എന്നിട്ട് അവൾ എണീച്ച് വരും. ഞാൻ പോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എണീച്ച് വരും കേട്ടോ. ഒച്ചയൊന്നും കേട്ടിട്ടില്ലെങ്കിൽ. അവസാനം ഞാനൊരു കയ്യോ ഇങ്ങനെ ബോക്സൊക്കെ മൂടി വെച്ചതിന് ശേഷം ഒരു കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ടാണ് അവളൊന്ന് പ്രസവിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അവൾക്ക് പെട്ടി വേണ്ട, ബോക്സ് വേണ്ട, വെളിച്ചം പ്രശ്നമില്ല, ഒന്നുമില്ല കേട്ടോ. നമ്മൾ മനുഷ്യന്മാരെ മാതിരിക്ക് തന്നെയാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ടെങ്കിൽ നടന്നുകൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ 4 ചെറിയ മക്കൾ, 4 കുഞ്ഞു മക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 വെയിറ്റും 2 ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്ക് കളറ് വീഡിയോയിലൊക്കെ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ മെറൂണും ഗ്രേയും വൈറ്റും ഒക്കെ പട കൂടിയിട്ടൊരു കളറാണ് കേട്ടോ. അപ്പോൾ അത് അവളുണ്ടല്ലോ പ്രസവം കഴിഞ്ഞ് അന്ന് നമുക്ക് കുളിപ്പിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ 4 കഴിഞ്ഞൊക്കെ പിന്നെ ഉണ്ടെന്ന് ഇത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുറേ സമയം നിന്നു കേട്ടോ. അപ്പോൾ പിന്നൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല. അങ്ങനെ അതാ അവൾ പ്രസവിച്ച്. പിന്നെ അന്ന് തന്നെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കുളിപ്പിക്കാൻ വിചാരിച്ചു അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ആര് വന്നാലും അവൾക്ക് പറ്റില്ല കേട്ടോ. അവളെ മക്കളെടുക്കുന്നില്ലൊരു വിചാരേനു. അപ്പോൾ ഞാൻ തൊടേ പിടിച്ച് അങ്ങനെയൊന്നും ആയാലും കുഴപ്പമില്ല. വേറെ ആരെങ്കിലും വന്ന് പിന്നെ ഒച്ചുണ്ടാക്കി വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായാൽ പിടിക്കുകയൊക്കെ ചെയ്താൽ അവൾക്ക് ഭയങ്കര കേട്ടോ. കിടക്കാനും കഴിയില്ല, ഉറങ്ങാനും കഴിയില്ല അവസ്ഥയിലാണ്. നല്ല പൂച്ചയാണ് കേട്ടോ. നല്ല കെയറിങ് നല്ലൊരു ഇതാണ് പൂച്ചക്ക്. പിന്നെ നല്ല ഒതുക്കല്ലൊരു പൂച്ചയാണ് കേട്ടോ. നല്ല സ്നേഹമാണ്. ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞു കേട്ടോ. നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കിടക്കുന്ന വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ വരും കേട്ടോ. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി നീപ്പിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ നീച്ചരോളം പിന്നെ വിളിക്കും കേട്ടോ. അല്ലെങ്കിൽ നീക്കണില്ല എന്ന് കാണുമ്പോൾ നമ്മളടുത്തൊന്ന് കിടക്കും. പിന്നെയാണ് പിന്നെ എണീക്കുമ്പോൾ ഒപ്പം പോരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ 4 മക്കളായി, അത്യാവശ്യം വലുപ്പമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കേട്ടോ. അവരെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടു നിന്ന് പോവും. വേറെ ഒന്നും നോക്കൂല, പണിയൊന്നും നോക്കൂല കേട്ടോ. അതുപോലത്തെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടുപോകും. അപ്പോൾ ബാക്കിയൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമാണ്. പിന്നെ ഒരു കാര്യം, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലൈക്കനോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ.
അപ്പോൾ ഇതാ കണ്ടില്ലേ മക്കളൊക്കെ വലിയതായി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ 1 മാസം കഴിഞ്ഞ് 1.5 മാസം ആവാനായി കേട്ടോ. ബോളൊക്കെ കളിക്കും, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും 4 ആളും ഭയങ്കര ആക്റ്റീവാണ്. ബോളൊക്കെ കളിക്കാൻ നല്ല രസമാണ് കേട്ടോ. കളിക്കണ കാണാം, നമ്മൾ കുട്ടികൾ കളിക്കണ അതേ ഇതിൽ നല്ലതീ കളിക്കും. പിന്നെ ഒരു ഭക്ഷണമൊക്കെ കഴിക്കൽ തുടങ്ങി കേട്ടോ. ഐശ്വനും തന്നെ ഞാൻ മീൻ മാത്രമാണ് വേവിച്ച് കൊടുക്കൽ, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട്. മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊന്നും അത്ര ഇഷ്ടമുണ്ടായില്ല, അപ്പോൾ പ്രസവം കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ ഐശ്വന് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ മക്കളും മുഴുവൻ വന്ന് കഴിക്കാൻ നിൽക്കും ഇപ്പോൾ തന്നെ കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല കളി ഇതൊക്കെ ഉണ്ട്, നല്ല ശ്രദ്ധയും വേണം. അവർ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ചാടും തലയിടൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനത്തെയൊക്കെയാണ്. എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതാ ഇത് 4-നാണ് 2 പിന്നെ വൈറ്റ് 2 ബ്ലാക്ക് മരിക്കുള്ള കളറാണ് കേട്ടോ. ബ്ലാക്കും അല്ല ഗ്രേ അല്ല അങ്ങനത്തെ ഒക്കെ ഒരു കളർ കേട്ടോ. അപ്പോൾ അത്രയും വലുപ്പമായിട്ടുണ്ട്. ഭയങ്കര വികൃതിയും കാര്യങ്ങളും തമ്മിൽ തന്നെ എല്ലാ അടിയും കാര്യങ്ങളാട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. തമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇരുന്ന് പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐശ്വൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാമെന്നുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ പിന്നെ മറ്റേ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഇതിൽ പോണ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഐശ്വര്യനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരൊന്നും കാട്ടുമോ ഒന്നും ചെയ്യില്ല കേട്ടോ. പാവം പൂച്ചയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആര് ചോദിച്ചാലും കുട്ടികളെ വേണ്ട ഐശ്വര്യനെ മതി എന്നാട്ടോ പറയുക. അപ്പോൾ രണ്ടിലെ കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് വലിയതായിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഐശ്വര്യൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.